ഒരു വർഷത്തിനകം EMI, ലോൺ, വീട്ടു ചെലവ് എന്നിവയിൽ എന്ത് സെൽഫ് റിസ്ട്രെയിനാണ് നമുക്ക് വരുത്താൻ സാധിക്കുക? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ കൺസ്യൂമർ ഐറ്റംസ് വാങ്ങിക്കാനുള്ള നമ്മുടെ ആ ഒരു ടെൻഡൻസി ഇത്തിരി കൺട്രോൾ ചെയ്തേ പറ്റൂ. കാരണം ഇപ്പോൾ എന്താ പറ്റുന്നത്, ഇപ്പോൾ ഏത് കൺസ്യൂമർ ഐറ്റം വാങ്ങിക്കാനും നമുക്കിപ്പോൾ ബാങ്ക് ലോൺസ് കിട്ടുന്നുണ്ട്. അത് നമ്മൾ ഒരു ശരിക്ക് അതൊരു സെൽഫ് ഡിസിപ്ലിൻ അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടായേ പറ്റൂ. എൻ്റെ ഒരു വലിയൊരു വിഷമം എന്താണെന്ന് പറഞ്ഞാൽ, കയ്യിൽ കിട്ടുന്ന പണം ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് ചിലവാക്കുക. ഇപ്പം എന്താ പറ്റണമെന്ന് പറഞ്ഞാൽ അവസാനം കടത്തിലേക്ക് കയറും. അത് കടത്ത് വാങ്ങിച്ചാലും സാരമില്ല, വീട് ഇതാക്കണം. ഇപ്പം നമ്മൾ പറയാറുണ്ട്, ഇന്ത്യക്കാരുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദ്യം വീട് വേണം, പിന്നെ കാർ വേണം. അപ്പോൾ നമ്മൾ ഏത് വീട് കൺസ്ട്രക്ട് ചെയ്താലും ഒരു സാധനം ഡെഫിനറ്റാണ്, വീട്ടിൽ സാധനങ്ങളില്ലെങ്കിൽ കാർ പോർച്ച് ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ടെൻഡൻസീസൊക്കെ ഇത്തിരി നമ്മൾ മാറ്റാതെ പറ്റില്ല. നമ്മുടെ കൾച്ചറിൽ തന്നെ ഒരു ചേഞ്ച് വരാതെ നടക്കില്ല. പക്ഷെ നമുക്ക് വരുത്താൻ പറ്റും. അത് നമ്മൾ കോവിഡിൻ്റെ സമയത്ത് കാണിച്ചതാണ്. കോവിഡിൻ്റെ സമയത്ത് നമ്മൾ ശരിക്കും കാണിച്ചു, നമ്മൾ ഓരോരുത്തരും എന്തോരം ഡിസിപ്ലിനായിരുന്നു. ആ ഡിസിപ്ലിൻ അതിനെ മാൻഡേറ്ററി ആയിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു ഡിസിപ്ലിൻ വന്നേ പറ്റൂ. അങ്ങനത്തെ ഒരു ഡിസിപ്ലിനിലേക്ക് നമ്മൾ പോയില്ല എന്നുണ്ടെങ്കിൽ കണ്ടീഷൻ മോശമായി. പക്ഷെ അതത്ര എളുപ്പമല്ല. കാരണം നമ്മൾ വി ആർ ഗോട്ട് സോ യൂസ്ഡ് ടു ദീസ് ലക്ഷറീസ്.